അപ്പം രണ്ടാളും അടിപൊളി ഉറക്കാട്ടാ. ഞാൻ രാവിലെ എണീച്ച് പോകുമ്പോൾ അച്ഛനും മോളും നല്ലോണം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങലാണ്. എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വരും വിളിക്കാൻ വേണ്ടിയിട്ട്. അതുവരെ ഉറങ്ങിക്കോന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയിന്. ഞാൻ വരുമ്പോൾ ഉറക്കെല്ലാം തെളിഞ്ഞിട്ട് രണ്ടാളും കട്ടുമ്മ കിടന്നിട്ട് ഇങ്ങനെ മലക്കത്തം മറിയുന്നു. ലച്ചു 5 മണിയെല്ലാം ആകുമ്പോൾ എണീക്കും. പിന്നെ ഞാൻ അടുക്കളയിൽ പണിയുള്ളത് കൊണ്ട് ഞാൻ അവളെ കുറേ സമയം അവിടെ തന്നെ കിടത്തി ഉറക്കും. പിന്നെ ഓൾക്കൊരു പ്രത്യേകത എന്നാന്ന് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ വേണമെന്നില്ല. അവൾ കരയൊന്നുമില്ല. അവിടെ ആരായാലും ഓളൊപ്പരം നിന്നാൽ മതി എന്നുള്ളൊരു ഇതാണ് നോക്ക്. ഷൈക്ക് ലീവുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്ര സമയം രണ്ടാൾക്കും ഉറങ്ങാനും കളിക്കാനെല്ലാം പറ്റുന്നത്. അല്ലെങ്കിൽ ഷൈ രാവിലെ എണീച്ച് പണിക്ക് പോകുമല്ലോ. അതുകൊണ്ട് രണ്ടാളും നേരത്തെ എണീക്കും. പിന്നെ ഇന്ന് ലീവായത് കൊണ്ടാണ് രണ്ടാളും കയറിക്കിടന്ന് കളിക്കുന്നത്. ഇപ്പം ഉറക്കെല്ലാം കുറവാണ് ലച്ചുട്ടിക്ക്. കാരണം കളിക്കുന്ന സമയമായത് കൊണ്ടാണെന്ന് തോന്നുന്നു. ലച്ചു അങ്ങനെ കുറേ സമയം കിടന്ന് ഉറങ്ങലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അതെല്ലാം കഴിഞ്ഞു. രാവിലെ ഞാൻ എണീച്ച് കഴിഞ്ഞിട്ടുള്ള ഉറക്കത് ഞാൻ നിർബന്ധിച്ചിട്ട് ഉറക്കുന്നതാണ്. എനിക്ക് പണിയെടുക്കേണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ ഓൾ എണീച്ച് കളിച്ചോട്ടെന്ന് ഞാൻ വിചാരിക്കും. ഓൾ ആ കട്ടുമെന്ന് ഇറങ്ങി വന്നാൽ പിന്നെ എന്നെ അടുക്കളയിൽ ഒന്നും ചെയ്യാൻ വിടൂല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ തുണി അലക്കലും എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇവരെ വിളിക്കൽ. ഉറക്ക് തെളിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ രണ്ടാളെ പല്ല് തേക്കാൻ കൊണ്ടുവരുന്ന ആ അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അത് ഞാൻ വിളിച്ചിട്ട് എൻ്റെ തൊണ്ടയിലെ വെള്ളമെല്ലാം പറ്റിയാലേ രണ്ടാളും മെല്ലെ എണീച്ച് വരും. ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു പല്ല് തേക്കലും കാര്യങ്ങളെല്ലാം. ബ്രഷ് ആദ്യമായിട്ട് കാണുമ്പോൾ. ഇപ്പോൾ ഭയങ്കര മടിയെല്ലാമാണ്. എന്നാലും ഞാൻ പിടിച്ച് വെച്ച് തേപ്പിക്കും. നല്ലോണം തേച്ചിട്ട് പല്ല് വെളുത്തോന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കലാന്ന് ലച്ചുട്ടി ഇപ്പോൾ. എന്തായാലും ഒരു ദിവസം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട പണിയാണ് ഇവർ 1-2 മണിക്കൂർ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ തന്നെ ചെയ്യലല്ല കേട്ടോ. ഷൈയും കൂടി പല്ല് തേപ്പിക്കാൻ മേട് കഴിച്ചു കൊടുക്കുകയെല്ലാം ചെയ്യും. ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം എന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ ഓനും ചെയ്യും. കിച്ചൂട്ടനുണ്ട് അവിടെ തന്നെ നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ആ നോക്കി ഇത്ര തിരക്ക്. നോക്ക് വീടെല്ലാം കഴിഞ്ഞിട്ട് വേഗം ഓൻ്റെ ഒപ്പം ഓടിച്ചെന്ന് കളിക്കാനുള്ള തിരക്കാണ് ആ കാണുന്നത്. അങ്ങനെ പല്ല് തേപ്പെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാളെയും ചായ കുടിക്കാൻ കൂട്ടിപ്പോയി. ഞാൻ ഷൈയും ലച്ചു എപ്പോഴും ഒന്നിച്ച് ചായ കുടിക്കും, ഒന്നിച്ച് ചോറ് കഴിക്കും. അങ്ങനെയല്ലാന്ന്. ഉച്ചയ്ക്ക് ഞാൻ ഒറ്റക്കാണ് ചോറ് തിന്നല്. അപ്പോൾ ഭയങ്കര എന്തോ ഒരു മടുപ്പാണ്. തിന്നാനൊന്നും ഒരു മൂടുണ്ടാവില്ല. നമ്മൾ രാവിലെയും രാത്രിക്ക് ഷൈ വീട്ടിലുള്ള സമയത്തെല്ലാം നമ്മൾ ഒപ്പരം തന്നെയാണ് ചായ കുടിക്കൽ. അങ്ങനെ അച്ഛനും മോളും ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഏട്ടനും അനിയത്തിയും കൂടി TV കാണാൻ തുടങ്ങി. കിച്ചൂട്ടൻ്റെ വിചാരം ഓൾ വലിയ പെണ്ണായി എന്നുള്ളതാണ്. ഓൻ പറയുന്ന പോലെ ഓൾ കേൾക്കണം, അങ്ങനെയല്ലാന്ന് ഓൻ്റെ പരിപാടി. പക്ഷെ ഓൻ വിളിച്ചെടുത്ത് ഓൾ പോവില്ല. ഓൾക്ക് ഇരുന്ന് TV കാണാനോ ഇരുന്ന് ഫോൺ കാണാനോ അതൊന്നും താല്പര്യമില്ല. ഓൾക്ക് ഇങ്ങനെ ഓടിച്ചാടി കളിക്കണം, അതാണ് ഓൾക്ക് ഭയങ്കര ഇഷ്ടം. ഓൾക്കൊരു സ്ഥലത്ത് അടങ്ങിയിരുന്നിട്ടുള്ള ഒരു പരിപാടി ഓൾക്ക് നടക്കൂല. ഞാൻ ചായയെല്ലാം കുടിച്ച് കുറച്ച് സമയം ഞാൻ കളിക്കാൻ വിടും. പിന്നെ നേരെ കുളിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ബാത്റൂമിൽ പിന്നെ ഒരു അരമണിക്കൂറിൻ്റെ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഇതാ കുളിച്ച് വരുന്നുണ്ട്. ഞാൻ മാത്രം ഉണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സമയം ഓളെ ഉറക്കും. പക്ഷെ ഷൈ ഉണ്ടെങ്കിൽ ഓൾ ഉറങ്ങൂല. അവൻ്റെ ഒപ്പം കളിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കും. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് ഉറക്കിയിട്ടൊന്നുമില്ല. ഒരു 11 മണിയെല്ലാം ആയി കഴിയുമ്പോൾ പിന്നെ ഞാൻ കുറുക്കാക്കി കൊടുത്ത്. കുറുക്ക് അവൾ കുടിക്കുന്നത്ര സമയം കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കുറുക്ക് കൊടുത്ത്. എല്ലാ പിള്ളേരും കുറേ സമയമൊന്നും കുടിക്കലില്ല. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ കുടിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ പോയി. ആ സമയത്ത് അച്ഛനും മോളും കുറേ കളിയെല്ലാമാണ്. ഷൈ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓളെ നോക്കി നടക്കുമല്ലോ എന്നുള്ള കാര്യത്തിൽ. അതെല്ലാം കഴിഞ്ഞ് ഓടി തളർന്ന് കിടന്നുറങ്ങി. അങ്ങനെ ഉച്ചവരെ ഉറങ്ങിയിട്ട് ചോറുണ്ണാനാകുമ്പോൾ എണീച്ചിന്. അങ്ങനെ ചോറെല്ലാം കൊടുത്തിട്ട് ഞാൻ അവർ രണ്ടാളെയും കളിക്കാനാക്കിയിട്ട് വാതിലടച്ചില്ലെങ്കിൽ രണ്ടാളും കൂടി റോഡിലേക്ക് ഓടും. അതുകൊണ്ട് വാതിലടച്ചിട്ട് ഞാൻ രണ്ടാളെയും സെൻട്രലിലാക്കി കളിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാനും ഷൈയും 2 പിള്ളേർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൂട്ടിയിട്ട് ഷൈ പുറത്തോടെ പോയ സമയത്ത്. വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കത്തിക്കലും കഴിഞ്ഞ് പിന്നെ ഒരു കളി തുടങ്ങും. രാത്രിയിലൊക്കെ എല്ലാവരും ഉണ്ടാവും കളിക്കാൻ. പക്ഷെ പകൽ ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് ഭയങ്കര വാശിയെല്ലാമായിരിക്കും. അപ്പോൾ ലച്ചുവിൻ്റെ ദിവസം ഇങ്ങനെയെല്ലാമാണ് കടന്നു പോകുന്നത്. എല്ലാ ദിവസവും ഒരേപോലെ ഒന്നുമല്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.